ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2 മഹത്തായിട്ടുള്ള ആയത്തുകളെക്കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് തൗബ സൂറത്തിലെ അവസാന 2 ആയത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഹറം മാസത്തിൽ നമ്മൾ ആ 2 ആയത്തുകളെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തൗബ സൂറത്തിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളും എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മുഹറം മാസം നമ്മുടെ കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. എല്ലാവരും ഓരോ തരത്തിൽ, ചിലർ സാമ്പത്തികമായിട്ട്, ചിലവർ ശാരീരികമായിട്ട്, അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ ഒരുപാട് ദിക്റുകൾ, ദുആകൾ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമത്തിലിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു മുഹറം മാസത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ നമ്മുടെ തൗബയിലെ ഈ 2 ആയത്ത് എല്ലാ നമസ്കാര ശേഷവും 7 പ്രാവശ്യം പതിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുമല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമെങ്കിലും 7 പ്രാവശ്യം ഈ 2 ആയത്തുകളും ദിവസവും നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ പോലെ നമ്മൾ ചൊല്ലാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഖുർആനിലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയത്തുകളിൽ പെട്ട 2 ആയത്തുകളാണിത്. ഈ 2 ആയത്ത് മുഴുവനും നമ്മുടെ മുത്ത് റസൂലിൻ്റെ മദ്ഹുകളാണ്. അപ്പോൾ അത്രത്തോളം പ്രത്യേകത ഈ ആയത്തുകൾക്കുണ്ട്. ഇങ്ങനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുഹറം മാസത്തിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടും ഇത് തുടർന്ന് പോകുവാനായിട്ട് അല്ലാഹു എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.